സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷനുമായി കൊച്ചി നഗരസഭ ഏറെക്കാലത്തെ പരാതികൾക്ക് പരിഹാരമായാണ് കൊച്ചി നഗരസഭ സ്വന്തമായി ഒരു വെബ്സൈറ്റ് നിലവിൽ കൊണ്ടുവരുന്നത്. കൊച്ചി നഗരസഭയിലെ അസറ്റ് മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ഓൺലൈൻ ആകുന്ന നടപടി സ്വീകരിച്ചു വരികയായിരുന്നുവെന്നും സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി കൊച്ചി നഗരസഭയുടെ കൗൺസിൽ നടപടിയടക്കം ഓൺലൈൻ ആവുകയാണെന്നും കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ. കൊച്ചി പോലെയുള്ള നഗരസഭയ്ക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലാതിരുന്നത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. എന്നാൽ ഇത് പരിഹരിക്കുന്നതിനായി നവീനമായ പുതിയ വെബ്സൈറ്റ് നിലവിൽ കൊണ്ടുവരാൻ കൊച്ചിൻ കോർപ്പറേഷന് സാധിച്ചുവെന്ന് വാർത്താ സമ്മേളനത്തിൽ അധികാരികൾ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 2013 ശേഷമുള്ള 1,03,411 പ്രോപ്പർട്ടിയുടെ ടാക്സ് ഓൺലൈനാക്കി. 2013 മുമ്പ് 1,97,796 ബിൽഡിംഗ് നമ്പറുകളുടെ ടാക്സ് ഓൺലൈനായി അടയ്ക്കാൻ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല. ഘട്ടഘട്ടമായി നമ്മളിപ്പോ ഈ പറയുന്ന 3,01,207 കെട്ടിടങ്ങൾക്കും നമുക്ക് ഓൺലൈനായി ടാക്സ് അടയ്ക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമുക്ക് കൊച്ചിയിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 19 കോടി രൂപയാണ് ഇതിനു വേണ്ടി നമ്മുടെ സ്മാർട്ട് മിഷനിൽ നിന്ന് ചെലവഴിച്ചത്. കൊച്ചി നഗരസഭയുടെ അസറ്റ് മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ഓൺലൈൻ ആകുന്ന നടപടി സ്വീകരിച്ചു വരികയാണെന്നും നഗരസഭയുടെ ലാൻഡ്, ബിൽഡിംഗ്സ്, റോഡ്, ലെയിൻ, കൾവേർട്ട്, ബ്രിഡ്ജ്, ഡ്രിങ്കിംഗ് വാട്ടർ, ഇറിഗേഷൻ, ഇലക്ട്രിസിറ്റി, സോളിഡ് വേസ്റ്റ്, മൂവബിൾ അസറ്റ്സ് എന്നിവ പൂർണ്ണമായും അസറ്റ് മാനേജ്മെന്റിന്റെ ഭാഗമാകും. സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി കൊച്ചി നഗരസഭയുടെ കൗൺസിൽ നടപടിയടക്കം ഓൺലൈൻ ആകുകയാണ്. കൊച്ചി നഗരസഭയിൽ എല്ലാ സോണൽ ഓഫീസുകളിലേക്കും ആവശ്യമായ ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ് IKM വഴി വാങ്ങുകയും ചെയ്തു. 19 കോടി ചെലവിൽ CSML വഴി K-സ്മാർട്ട് ആപ്ലിക്കേഷൻ നിർമ്മിക്കുന്നതിനുള്ള നടപടിയാണ് കൊച്ചി നഗരസഭാ മേയറുടെ പരിശ്രമം വഴി സാധ്യമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. PMSCB സ്മാർട്ട് മാർട്ടിൽ സ്പെഷ്യൽ സെയിൽ നവംബർ 1 മുതൽ 10 വരെ. തിരഞ്ഞെടുക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾക്ക് 50% വിലക്കിഴിവിൽ മറ്റനവധി ഓഫറുകൾ. 500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഹോം ഡെലിവറി തികച്ചും സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു. PMSCB സ്മാർട്ട് മാർട്ട്, 40 ഫീറ്റ് റോഡ്, പള്ളുരുത്തി.